ഹിമാചൽ പ്രദേശിൽ കാലാവസ്ഥ വളരെ മോശമാണ്. ഹിമാചൽ പ്രദേശിൽ പലയിടത്തും കനത്ത മഴയും മഞ്ഞുവീഴ്ചയും തുടരുന്നു. 3 ദേശീയ പാതകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കംഗ്രയിൽ ഒരു പാലം ഒലിച്ചുപോയി. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. അനൂപ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് എപ്രകാരമാണ്? ഏതെങ്കിലും തരത്തിൽ അപായങ്ങളുണ്ടോ? രതീഷ്, മരണമോ അതല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയോ ചെയ്ത സംഭവങ്ങളൊന്നും തന്നെ ഹിമാചൽ പ്രദേശിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെ മുതൽ ഏതാണ്ട് രാത്രി വരെ തുടർച്ചയായി മഞ്ഞുവീഴ്ചയും പലയിടങ്ങളിലും മഴയും ഉണ്ടായതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായത്. സ്പിതി ലാഹുൽ മേഖലയിൽ 99 റോഡുകൾ അടച്ചു. കുളുവിൽ ഒരു റോഡ്, കംഗ്രയിൽ ഒരു റോഡ്, ഒപ്പം തന്നെ ചമ്പയിൽ ഒരു റോഡ്, ഇങ്ങനെയാണ് റോഡുകൾ അടച്ചിട്ടുള്ളത്. 3 പ്രധാനപ്പെട്ട ദേശീയപാതകൾ അടച്ചു എന്നതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഈ മഞ്ഞുവീഴ്ച ഉൾപ്പെടെയുള്ള സമയമായതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ഹിമാചൽ പ്രദേശിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പോഴാണ് ഇത്രയും പ്രധാനപ്പെട്ട റോഡുകൾ അടച്ചത് എന്നത് തന്നെ വിനോദസഞ്ചാരത്തെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് കംഗ്രയിൽ ഒരു പാലം ഒലിച്ചു പോയത്. ഇനി 1 മാസം എടുക്കും ഈ മേഖലയിൽ ഒരു താൽക്കാലിക പാലമെങ്കിലും പണിയാൻ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഈ മേഖലയിലെ ജനങ്ങൾ കാര്യമായി ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും വീണ്ടും കനത്ത മഞ്ഞുവീഴ്ചയും മഴയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സുരക്ഷിതരായി ഇരിക്കണമെന്ന ഒരു മഞ്ഞ അലേർട്ട് സംസ്ഥാന സർക്കാർ, ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എല്ലാം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും തുടർന്ന് 3 ദേശീയപാതകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കംഗ്രയിലെ പാലം ഒലിച്ചുപോയി നടക്കമുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.